ഹലോ ഗൈസ്, അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ദിവസമാണ്. സ്പെഷ്യലൊന്നുമല്ല, എനിക്കിന്ന് ബാംഗ്ലൂർ ഒന്ന് പോകണം. അപ്പോൾ എൻ്റെ 2 ഫ്രണ്ട്സും ഉണ്ട്. ഞാനിപ്പോൾ രാവിലെ ലേറ്റായിട്ടാണ് എണീറ്റ് ഇതാ ചായ കുടിച്ചു, അതുപോലെ കട്ട് ഫ്രൂട്ട്സൊക്കെ കഴിച്ചു. വേറെ ഒന്നും കഴിച്ചില്ല. കുറച്ച് ജോലിയുണ്ട് വീട്ടിൽ, അതൊക്കെ തീർത്തിട്ട് വേണം എനിക്ക് പാക്കൊന്നും ചെയ്തില്ല, പാക്ക് ചെയ്യണം ഡ്രസ്സൊക്കെ. എന്നിട്ട് വൈകുന്നേരം റെയിൽവേ സ്റ്റേഷനിൽ പോകണം. ഒരു 7:15 ട്രെയിൻ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ പോകുന്നതിൻ്റെ ഓരോരോ പാർട്ടായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഒരു 2 ഡേയ്സ് നമ്മളവിടെ കാണും. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. സോ ഗൈസ്, അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയേക്കാണ്. നമ്മുടെ സ്വന്തം ബാംഗ്ലൂരിലേക്ക്. പക്ഷെ അവിടെ ഞങ്ങൾക്ക് കിടപ്പാടം ഇല്ലെന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യം. അയ്യോ വേണ്ട, വേറെ ഒരുത്തി ഇവിടെ നിൽപ്പുണ്ട്, അവളെ കാണിച്ചു തരാവേ. നമ്മൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇത്രയും നാളില്ലാത്ത മഴയും തണുപ്പ്, ഇത്ര നാളും ചൂടുകൊണ്ട് കിടന്ന് പുഴുങ്ങുമായിരുന്നു. നീറ്റായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ വേറെ എവിടെ ഉണ്ടാകത്തില്ല. അത് നമ്മുടെ ആലപ്പുഴ മാത്രം. എന്താ അവിടെ ഇരിപ്പുണ്ട് ആ ഷൊട്ടമണി. നമ്മൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ട്രെയിനിൽ കയറിയപ്പോൾ വിശപ്പിൻ്റെ വിളി വന്നത് മൂലം മര്യാദയ്ക്ക് കിട്ടിയെന്ന് കഴിച്ചിട്ട് ഇറങ്ങാത്തത് കൊണ്ട് അഹങ്കാരം കൊണ്ട് ഇറങ്ങിയതാണ്. കഴിക്കാൻ ഫുഡ് എടുത്തില്ല. അപ്പോൾ വിശപ്പിൻ്റെ വിളി വന്നു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ട്രെയിനകത്തുനിന്ന് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യാൻ നോക്കി. പക്ഷേ റേഞ്ച് ഇഷ്യൂ കാരണം പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ നേരെ അടുത്ത വഴി നോക്കി. റെയിൽ റോൾസിൽ വിളിച്ചിട്ട് അവരോട് കൊണ്ടുതരാൻ പറഞ്ഞു. അപ്പോൾ അവർ എറണാകുളം സ്റ്റേഷനിൽ കൊണ്ടുതരും, നമ്മുടെ സീറ്റിൽ കൊണ്ടുതരും. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്തവരുണ്ടെങ്കിൽ ഇതുപോലെ വിശക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്താൽ മതി, എറണാകുളത്താണെങ്കിൽ. നമുക്ക് ഫുഡ് കഴിക്കാം.